ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMT. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസിൽ എന്ന പാഠഭാഗത്തിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ്, ദാറ്റ് ഈസ് ക്രിയാവിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യയിൽ നിന്ന് തുടങ്ങാം. അപ്പൊ നമ്മൾ എണ്ണൽ സംഖ്യ 1, 2, 3, 4 എല്ലാവർക്കും അറിയാവുന്നതാണ് എണ്ണൽ സംഖ്യ, അതായത് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4 ഇതിന്റെ അകത്ത് ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഈവൺ നമ്പേഴ്സും ഉണ്ട്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്താ കിട്ടും? ഈവൺ നമ്പേഴ്സ് കിട്ടും. 2, 3, 2, 6, 4, 2, 8 പിന്നെ പോകും. അപ്പം ഈവൺ നമ്പേഴ്സ് നമുക്ക് കിട്ടും. ഈവൺ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം എങ്ങനെയാണ്? ഈവൺ നമ്പേഴ്സിന്റെ ഇങ്ങനെ പോയി എല്ലാം 2ന്റെ ഗുണിതങ്ങളാണ് അല്ലെ. അപ്പം ഈവൺ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾജിബ്രൈക് ഫോം എന്താണ്? 2n എന്നായിരിക്കും. വേർ n is equal to 1, 2, 3 ഇങ്ങനെ നമുക്ക് n-ന് വില കൊടുക്കാം. വേർ n is equal to 1, 2, 3, 10. അപ്പൊ ഈവൺ നമ്പേഴ്സിന്റെ കൂടെ നമ്മൾക്ക് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഓഡ് നമ്പേഴ്സ് കിട്ടും. നോക്കേ, 3, 4 1 കൂട്ടി 5, പിന്നെ 7, 9 ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ ഈവൺ നമ്പേഴ്സിന്റെ ജനറൽ ഫോം 2n ആണെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? അതിന്റെ കൂടെ 1 കൂടി കൂട്ടുന്നതാണ്. അപ്പൊ ഈ ഈവൺ ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം നമുക്ക് എഴുതിക്കൂടെ? എന്തായിരിക്കും ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം? 2n plus 1. ഓഡ് നമ്പേഴ്സ്, അതായത് ഓൾജിബ്രൈക് ഫോം ഈക്വൽസ് 2n plus 1. അതായത് n is equal to 1, 2, 3 ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോഴ് ഓഡ് നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. ഈ 1 കാണിക്കുന്ന ശിഷ്ടമാണ്. അപ്പൊ 2n plus 1, അതായത് ഇരട്ട സംഖ്യകളുടെ കൂടെ 1 കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യ കിട്ടും. ഒറ്റ സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച ഈവൺ നമ്പേഴ്സിന്റെ ഓൾജിബ്രൈക് ഫോം 2n എന്നും ഓഡ് നമ്പേഴ്സിൻ്റെത് എന്താ കിട്ടിയത്? 2n plus 1 എന്ന് കിട്ടി. ഇരട്ട സംഖ്യയോട് 1 കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യ കിട്ടും. നമുക്ക് അത് നോക്കാം. 2 ഒറ്റ സംഖ്യകൾ ഗുണിച്ചു നോക്കി. 5 ഗുണം 7, 7 5 35. 7 ഗുണം 9, 7 9 63. പിന്നെ 9 ഗുണം 11 99. അപ്പൊ 2 ഒറ്റ സംഖ്യകൾ ഗുണിക്കുമ്പോൾ നമുക്ക് ഒറ്റ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒറ്റ സംഖ്യകളോട് 1 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇരട്ട സംഖ്യ കിട്ടും. ഇരട്ട സംഖ്യയോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? ഒറ്റ സംഖ്യ കിട്ടും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ജനറൽ ഫോമില് 2n plus 1 എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ്? ഏതൊരു ഒറ്റ സംഖ്യയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. അപ്പം ശിഷ്ടം 1 വരികയും ഈ ഒരു ഇരട്ട സംഖ്യയും ആയാൽ അതിന്റെ ജനറൽ ഫോം ആണ് 2n plus 1 എന്ന് നമ്മൾ എഴുതുക. ഈ 1 എന്ന് പറയുന്നത് ശിഷ്ടമാണ്. ശിഷ്ടം 1. അപ്പം ഏതൊരു സംഖ്യയെ അപ്പൊ 2 കൊണ്ട് ഹരിക്കാൻ നമുക്ക് വരാനുള്ള സാധ്യമായ ശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 0ഉം 1. നമ്മൾ ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് വരാനുള്ള സാധ്യമായ ശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 0 വരാം, 1 വരാം, 2 വരാം, 3 താഴെ. 4 കൊണ്ട് ഹരിക്കുമ്പോഴോ 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. പക്ഷേ ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എന്ത് തന്നെ വരുവുള്ളൂ? എന്തായിരിക്കും വരിക? 1 ആയിരിക്കും വരിക. അതാണ് ഇവിടെ നമ്മൾ തറപ്പിച്ച് പഠിക്കേണ്ട ഒരു വസ്തുത. അപ്പം ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. പിന്നെ ഒരു 3ന്റെ ഗുണിതങ്ങൾ എടുക്കാം. നമ്മൾ 3ന്റെ ഗുണിതങ്ങൾ എടുത്ത് 3, 6, 9, 12 ഇതെല്ലാം 3ന്റെ ഗുണിതങ്ങളാണ്. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിച്ചാൽ എന്താ വരിക? ഇവിടെ നോക്കിക്കേ, 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ശിഷ്ടം 1 വരും. ഇവിടെ എന്താണ്? 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0.
ഇവിടെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1. അപ്പൊ 1 ഇടവിട്ട ഇതിവിടെ 0 ഉം 1 ഉം വരുന്നുണ്ട് അല്ലെ, ശിഷ്ടങ്ങളായിട്ട്. അതുപോലെ നമുക്ക് 2 ഒറ്റസംഖ്യകളാണ് നമ്മൾ ഇപ്പൊ എഴുതിയത്. ഇനി അതൊരു ജനറൽ ഫോമിലോട്ട് ആക്കിയാലോ? 2 ഒറ്റസംഖ്യകളെ നമ്മൾ m എന്നും n എന്നും എടുക്കുക. m എന്നും n എന്നും. അപ്പം ബാക്കി ഞാൻ വായിച്ചു. അപ്പം നമുക്ക് ഒറ്റസംഖ്യകളുടെ എക്സാമ്പിൾ അതിന് ജനറൽ ഫോമിലാക്കുമ്പോൾ എന്താണ്? ലെറ്റ് ദ 2 odd numbers be odd numbers ഡിഫറെന്റ് ആയതുകൊണ്ടാണ് m എന്നും n എന്നും എടുക്കുന്നത്. ഇപ്പം ജനറൽ ഫോമിലാക്കുമ്പം ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പറിന്റെ കൂടെ 1 കൂട്ടുന്നതാണ്. ഇതാണ് ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം. അതിൽ 2 സംഖ്യകൾ m എന്നും n എന്നും എടുക്കുകയാണെങ്കിൽ ഒരു സംഖ്യ n-ന് പകരം m ആയിരിക്കും, മറ്റൊന്ന് n തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ജനറൽ ഫോമില് 2m plus 1 into 2n plus 1 എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ച രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2m into equals 2m into 2n plus 2m into 1 plus 1 into 2n plus 1 into 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2m into 2n, 2 into 2 4mn plus 2 into m, 2m into 1 is 2m plus 1 into 2n is 2n plus 1. ഈ 3 ടേമിലും 2 കോമൺ ഫാക്ടർ എടുത്തോടെ. 2 into കോമൺ ഫാക്ടർ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഡിവൈഡ് ചെയ്ത് ബ്രാക്കറ്റിനകത്ത് എഴുതുക. അപ്പൊ ഇവിടെ എന്താ വരും? 2 കോമൺ ഫാക്ടർ എടുത്തു കഴിയുമ്പോൾ ഇവിടെ 2 കൂടെ ഉണ്ട് അല്ലെ. 2mn plus m plus n plus 1. അതായത് എന്താണ്? 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഓഡ് നമ്പറിന്റെ ജനറൽ ഫോം ആണ് എഴുതിയത്. അതായത് ഏത് സംഖ്യയും 2 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുന്നതാണ് ഓഡ് നമ്പേഴ്സ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒറ്റ സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുന്നു. അത് കാണാത്തോണ്ട് ഞാൻ മുകളിലോട്ട് എഴുതി. 2m plus 1, 2m plus 1 into 2n plus 1 equals 2 into 2mn plus m plus n plus 1. അതായത് 2m plus 1 എന്നും 2n plus 1 എന്നും പറയുന്നത് 2 ഓഡ് നമ്പേഴ്സ് ആണ്. ഈ ഓഡ് നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതി? ഓൾജിബ്രൈക് ഫോമിൽ എഴുതി. പ്രോഡക്റ്റ്, അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? 2 into എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 2, 2 into 1 നമ്പർ പ്ലസ് 1, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ കിട്ടുന്നതാണ് നമുക്ക് ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ. ചുരുക്കത്തില് ഒരു ഒറ്റ സംഖ്യയും 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 ആണ് കിട്ടുന്നത്. ഇത് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമാണ് അല്ലെ. അപ്പൊ അത് ഒരു ബോക്സിനകത്ത് ഇടാം. 2m plus 1 into 2n plus 1 equals 2 into 2mn plus m plus n plus 1. ഇത് നമുക്ക് k എന്നോ p എന്നോ എല്ലാം കൊടുക്കുകയാണെങ്കിൽ 2 into multiple of that number plus 1 എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാക്കി വേണം. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്താണ്? 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ, അതായത് ഒറ്റ സംഖ്യകളെ എല്ലാം 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതാണ്. അതിന്റെ ജനറൽ ഫോം എന്താണ്? 2n plus 1. ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. നമ്മളിത് പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. അതായത് 2ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിയാൽ ഓഡ് നമ്പർ കിട്ടും. ഈ 2 4, 4 1 കൂട്ടിയാൽ 5. അങ്ങനെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതിന്റെ ജനറൽ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 3n plus 1. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഏതൊക്കെ ശിഷ്ടം വരാം നേരത്തെ ഞാൻ പറഞ്ഞു. 0 വരാം, 1 വരാം, 2 വരാം. ഇനി 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന സംഖ്യകളുടെ ജനറൽ ഫോം 3n plus 2. ഇതിൽ n-ന് 1 കൊടുത്തു നോക്കിക്കേ. 3 1 4. n-ന് 2 കൊടുത്തു കഴിയുമ്പോൾ 6 1 7. n-ന് 3 9 10. ഇതിങ്ങനെ അങ്ങ് പോകും. ഇതാണെങ്കിലോ
ഇതെങ്ങനെ വരും? എന്നിന് 1 കൊടുക്കുക, 3 2 6 2 8. പിന്നെ 2 കൊടുക്കുക, 1 കൊടുത്താൽ 3 2 1 3 3 2 5. 2 കൊടുത്താൽ 8, 3 കൊടുത്താൽ 11. ഇങ്ങനെ പോകും. നോക്കിക്കേ, ഇവിടെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എന്ത് വരും? 1 വരും. ഇവിടെ 3 കൊണ്ട് ഹരിച്ചാൽ 3 2 6 ശിഷ്ടം 1, 3 9 ശിഷ്ടം 1. ഇവിടെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താണ്? ശിഷ്ടം 2. ഇവിടെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര? ശിഷ്ടം. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യയുടെ ഓൾജിബ്രൈക് ഫോം, ജനറൽ ഫോം 3n + 1 ഉം 2 ശിഷ്ടം വരുന്നതിന്റെ ജനറൽ ഫോം 3n + 2 ആണ്. ഇനി ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? 5n + 1. ശിഷ്ടം 2 വരികയാണെങ്കിലോ 5n + 2. ഇവിടെ ശിഷ്ടം ഏതൊക്കെ വരാം? 0 1. 0 എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്, ശിഷ്ടമായിട്ട് അത് കൂട്ടണ്ട. 1 2 3 4. അപ്പം 5n + 4 വരെ നമുക്ക് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോമിൽ എത്തേണ്ടത്. ഈ ജനറൽ ഫോം എല്ലാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമാണ്. ഇനി 4 കൊണ്ട് ഹരിച്ചാലോ? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതിന്റെ ജനറൽ ഫോം എത്ര? 4n + 1. അപ്പൊ 4 വരെ വരുമ്പം ശിഷ്ടം 3 വരെ ആകാം. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നതോ 4n + 2. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരുന്നതോ 4n + 3. മനസ്സിലായോ? അപ്പം 3 4 5 എല്ലാം ജനറൽ ഫോം ഇത് തന്നെയാണ്. എന്താണ്? 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നത് 4n + 1. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നത് 4n + 2. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 വരുന്നത് 4n + 3. ഇനി 6 കൊണ്ട് ഹരിച്ചാൽ 5നെ ഞാൻ നേരത്തെ പറഞ്ഞു. 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നത് 6n + 1. 6 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്നത് 6n + 2. ഇവിടെ ശിഷ്ടം 6n + 5 വരെ വരാം. ഇങ്ങനെ അങ്ങ് പോകും. 6n + 3. ഏത് സംഖ്യ എടുത്താലും അതിന്റെ എല്ലാം ജനറൽ ഫോം ഇത് തന്നെ ആയിരിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ഒറ്റ സംഖ്യകൾ എടുക്കാം. നമുക്കിനി നാച്ചുറൽ നമ്പേഴ്സ് ഒന്ന് എടുത്തു നോക്കിയേ. ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സിനെ എടുക്കുകയാണ്. അപ്പൊ ആദ്യത്തെ തന്നെ വേണമെന്നില്ല, അടുപ്പിച്ചുള്ള 4 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താല് ആദ്യത്തെയും അവസാനത്തെയും ഞാൻ ഗുണിക്കുകയാണ്. 1 × 4 എത്ര കിട്ടും? 4. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ ഗുണിക്കുകയാണ്. 2 × 3 എത്ര കിട്ടി? 6. ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ. 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? 6 ൽ 4 പോയാൽ എത്ര കിട്ടും? 2 വരും അല്ലേ? ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. 10 11 12 13. അപ്പം നടുക്കത്തെ 2 സംഖ്യകൾ ഗുണിക്കാം. 11 × 12 എത്ര വരും? 132 എന്ന് വരും. ഇനി 10 × 13 130. ഇവിടെയും വ്യത്യാസം എത്ര? 132 130 പോയാൽ ശിഷ്ടം 2. അപ്പം അടുപ്പിച്ച് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല, വേറെ എണ്ണൽ സംഖ്യകൾ തന്നെ ആകാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കേ. നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറക്കാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ കുറെ അധികം എടുക്കുന്നത്. 22 23 24 25 തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ. നടുക്കുള്ള 2 കൂടെ ഗുണിക്കുക. 23 × 24 എത്ര കിട്ടും? 23 24 കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 12 9 3 2 6 2 4 2 5 552 കിട്ടും. ഇനി ആദ്യത്തെയും അവസാനത്തെയും ഗുണനഫലം 22 × 25 എത്രയായിരിക്കും? 22 × 25 2 4 4 550 കിട്ടും. അപ്പം എത്രയാണ് വ്യത്യാസം? 552 ന്ന് 550 കുറച്ചാൽ 2 കിട്ടും. അതായത് 4 തുടർച്ചയായ
അതിന് നമ്മൾ എന്താ പറയാ? കോൺസിക്യൂട്ടീവ്. If you take 4 consecutive natural numbers, difference between the product of the middle number and product of the ends is 2. അപ്പം ആദ്യത്തെയും അവസാനത്തെ സംഖ്യയുടെ ഗുണനഫലവും നടുക്കുള്ള രണ്ട് സംഖ്യകളുടെയും ഗുണനഫലത്തിന്റെയും വ്യത്യാസം എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇത് നമുക്കിനി ഇപ്പം ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതാം. അപ്പൊ ഡിഫറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ്, അതും കൂടെ നമുക്ക് ഡിഫറൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് middle numbers and the product of ends, അറ്റങ്ങളിൽ അങ്ങേയറ്റം ഇങ്ങേയറ്റം, ഈസ് 2. അപ്പൊ ഡിഫറൻസ് ദ പ്രോഡക്റ്റ് ഓഫ് മിഡിൽ നമ്പേഴ്സ്, ഇതാണ് മിഡിൽ നമ്പേഴ്സ്, അതിന്റെ പ്രോഡക്റ്റും പിന്നെ എൻസ് അങ്ങേയറ്റം ഇങ്ങേയറ്റം ഉള്ള സംഖ്യയുടെ പ്രോഡക്റ്റിന്റെയും ഡിഫറൻസ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. നമുക്കിനി ഇത് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതാം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് ഡിഫറൻസ് 1 ആയതുകൊണ്ട് 4 നമ്പേഴ്സിനെ x+1, x+2, x+3 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് ഏതാണ്? x+1 ഇൻറ്റു x+2 എത്ര കിട്ടും? നമ്മള് x ഇൻറ്റു x, x ഇൻറ്റു x പ്ലസ് x into 2 plus 1 into x plus 1 into 2. 1 into 2. ഇപ്പൊ എത്ര കിട്ടും? x square plus 2x plus x plus 2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x square plus 3x plus 2. അതായത് x+1 into x+2 equals x square plus 3x plus 2 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ends മൾട്ടിപ്ലൈ ചെയ്യാം. x into x+3 മൾട്ടിപ്ലൈ ചെയ്യാം. ends മൾട്ടിപ്ലൈ x into x+3 എന്താണ്? x into x, x square plus 3 into x, 3x. ഇവിടെ നോക്കിയേ, എക്സ് സ്ക്വയർ പ്ലസ് 3x, ഇവിടെ x square plus 3x plus 2 കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതും തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. അതാണ് +2 വന്നത്. അധികമായിട്ട് 2 ഇവിടെ ഉണ്ട്. അപ്പൊ ഡിഫറൻസ് ആണ് 2 എന്ന് കിട്ടിയത്. അപ്പൊ ഇതിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. എന്താണ്? ഫോർ എനി 4 consecutive natural numbers, the difference between the product of 2 numbers at the ends and the 2 numbers in the middle is 2. മനസ്സിലായോ? അതായത് എന്താ? എൻസിന്റെ ഡിഫറൻസും എന്താണ് മിഡിൽ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. അത് നമുക്ക് എഴുതാം. ഫോർ എനി 4 consecutive natural numbers, the difference for any 4 consecutive natural numbers, the difference between the എന്തൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്റ്റ് ഓഫ് ദ 2 numbers at the ends, between the product of 2 numbers at the ends and the product of 2 numbers in the middle. അല്ലേ? In the middle, in the middle is 2. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. ഫോർ എനി 4 consecutive natural numbers, the difference between the product of 2 numbers at the ends, അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉള്ള സംഖ്യകളുടെ ഗുണനഫലവും നടുക്കുള്ള 2 സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം 2 ആയിരിക്കും.
ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പേജ് 66 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പേജ് 66 ഒന്നാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗസ് എ ജനറലൈസേഷൻ. ദെൻ പ്രൂവ് ഇറ്റ് യൂസിങ് ഓൾജിബ്ര. ഫസ്റ്റ് വൺ. ദ റിമൈൻഡർ ഗോട്ട് ഓൺ ഡിവിഷൻ ബൈ 3. ദ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, one of which leaves remainder 1 on division by 3 and the other remainder 2. ഓക്കെ, നമുക്ക് ആദ്യം ഈ ചോദ്യം ചെയ്യാം. ചോദ്യം വായിച്ചല്ലോ. എന്താണ് ചോദ്യത്തിൽ പറയുന്നത്? The remainder got on division by 3. The product of two numbers, one of which leaves remainder 1 on division by 3 and the other remainder 2 on division by 3. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മള് പഠിച്ച എന്താണ്? നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 3. ഇഫ് യു ഗെറ്റ് റിമൈൻഡർ 1, ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 3n plus 1. റിമൈൻഡർ 2 ആണെങ്കിൽ 3n plus 2. ആദ്യം നമ്പർ ചെയ്ത ഇത് ജനറലൈസ് ചെയ്യാനാ പറയുക. ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫോർ സെവറൽ നമ്പേഴ്സ് ആൻഡ് ഗസ് എ ജനറലൈസേഷൻ. അപ്പൊ നമ്മൾ ആദ്യം മൾട്ടിപ്പിൾസ് ഓഫ് 3 എടുക്കുക. മൾട്ടിപ്പിൾസ് ഓഫ് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ മൾട്ടിപ്പിൾസ് ഓഫ് 3. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് 3 എടുക്കുമ്പോൾ 3, 6, 9 ഇങ്ങനെ പോകും. അതിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 4, എത്ര? 7, 10. ഈ നമ്പേഴ്സിനെ എല്ലാം എന്താണ്? ഡിവൈഡ് ബൈ 3 യു വിൽ ഗെറ്റ് റിമൈൻഡർ 1. ഈ സംഖ്യകളെ എല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഒരുപാട് വ്യത്യാസമുള്ളതുകൊണ്ട് നമുക്ക് 0യിൽ നിന്ന് തുടങ്ങാം. അപ്പൊ 0യിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇവിടെ എത്ര വരും? 1 വരും അല്ലേ? 1, 4, 7, 10 ഇങ്ങനെ വരും. ഇനി റിമൈൻഡർ 1 ആണ്. ഇതിനെല്ലാം റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇങ്ങോട്ട് താഴോട്ട് എഴുതാം നമുക്ക്. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ഏതൊക്കെയാ? 1, 4, 7, അടുത്ത 10 ഇങ്ങനെ പോകും. ഇനി റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 ആണെങ്കിലോ ഇതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിയാ പോരെ? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നോക്കിക്കേ, ഇതിനെല്ലാം ഇവിടെ 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റിമൈൻഡർ എന്ത് തന്നെ? 1 തന്നെ. 4 ഡിവൈഡഡ് ബൈ 3 റിമൈൻഡർ 1. 7 ഡിവൈഡഡ് ബൈ 3 7 എത്ര വരും? 3 to 6 കഴിഞ്ഞ് റിമൈൻഡർ 1. 10 ഡിവൈഡഡ് ബൈ 3 3 to 9 കഴിഞ്ഞ് റിമൈൻഡർ 1. അപ്പൊ റിമൈൻഡർ 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ 2 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 2, 5, 8 പിന്നെ 11 ഇങ്ങനെ പോകും. ശരിയല്ലേ? നോക്കിയാ ഡിവൈഡിങ് ബൈ 3 വരുമ്പോ റിമൈൻഡർ 2 തന്നെ. ഡിവൈഡിങ് ബൈ 3 1 3 3 റിമൈൻഡർ 2. ഡിവൈഡിങ് ബൈ 3 3 2s 6 റിമൈൻഡർ 3. ഡിവൈഡിങ് ബൈ 3 3 3s 9 റിമൈൻഡർ 2. അപ്പൊ ഈ നമ്പറിനെ എല്ലാം എന്താ കിട്ടും? ഓൺ ഡിവിഷൻ ബൈ 3 വിൽ ഗെറ്റ് ദ റിമൈൻഡർ 2. ഇനി അത് ജനറൽ ഫോമിൽ എഴുതാനാണ്. ഇനി നമുക്ക് ഇതുപോലെ വേറെയും സംഖ്യകൾ എടുക്കാം. ഇപ്പം മൾട്ടിപ്പിൾസ് ഓഫ് 3 നമ്മൾ ആദ്യത്തെ സംഖ്യകളാണ് എടുത്തത്. ഇടയ്ക്കുള്ളത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇനി ഇത് ജനറൽ ഫോം എന്തൊക്കെയായിരിക്കും? അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്? റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എഴുതി, റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 എഴുതി. ഇനി ഇതിന്റെ പ്രോഡക്റ്റ് ഏതെങ്കിലും 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എടുക്കുക. 7 into 5 എത്ര? 35. 35നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 3 3 5 1 3 3 റിമൈൻഡർ 2. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ ഈക്വൽസ് ക്യാപിറ്റൽ R എഴുതാം. റിമൈൻഡർ ഈക്വൽസ് 2. ഇനി വേറെ 2 സംഖ്യകൾ എടുത്തു കഴിഞ്ഞ് നോക്കിക്കേ, എന്താണ്? 10 into 11 10 into 11 110. 110 dividing by 3 3 3s 9 20 6 3s 18 remainder 2. ഇവിടെയും നമുക്ക് എന്താ കിട്ടിയത്? റിമൈൻഡർ 2.
അപ്പൊ ഏത് രണ്ട് സംഖ്യകളുടെയും പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ എന്താണ് സീക്വൻസിലുള്ള അപ്പൊ റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3യും റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3യും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിമൈൻഡർ വരുന്നത്, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ രണ്ട് സംഖ്യകൾ എടുത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? റിമൈൻഡർ 2. ഇനി വേറെ കൂടെ നോക്കിക്കേ, 4 into 8 4 into 8 32 എന്താണ് റിമൈൻഡർ 2. എന്തുകൊണ്ടാ? 10 3 30 റിമൈൻഡർ 2. അപ്പം ഈ രണ്ട് എന്താണ് റിമൈൻഡർ 1 വരുന്ന സംഖ്യയും റിമൈൻഡർ 2 വരുന്ന സംഖ്യയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്താണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ഇതിന്റെ ജനറലൈസേഷൻ ആണ് ഇനി നമുക്ക് എഴുതേണ്ടത്. അപ്പൊ സംഖ്യയുടെ നമ്മൾ എമ്മും എന്നും എന്നെടുത്താൽ എന്താണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരികയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 2 വരികയും സംഖ്യകളുടെ ഗുണനഫലം, അത് ജനറലൈസേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3m into 3n പ്ലസ് 3m into 2 പ്ലസ് 1 into 3n 1 into 3n പ്ലസ് 1 into 2. ഇപ്പൊ എത്രയായിട്ടാ? ഈക്വൽ 9mn പ്ലസ് 6m പ്ലസ് 3n പ്ലസ് 1 into 2 ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇത് ഒരു 3 അങ്ങ് എടുത്തൂടെ? കോമൺ ഫാക്ടർ ഈ 3 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ എന്താ വരുന്നത്? 3m പ്ലസ് 1 into 3n പ്ലസ് 2 ഈക്വൽ 3 കോമൺ ഫാക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബ്രാക്കറ്റിനകത്ത് എഴുതുക. അപ്പൊ ഇവിടെ എന്ത് വരും? 3mn പ്ലസ് 2m പ്ലസ് n പ്ലസ് 2. ഓക്കെ, 3 into 1 നമ്പർ പ്ലസ് 2. അതായത് ഇതിന്റെ പ്രോഡക്റ്റിനെ ഗുണനഫലത്തെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരും. പ്ലസ് 2 ഉണ്ടാ ഇത്രയും 3ന്റെ ഗുണിതങ്ങളാണ്, 3ന്റെ മൾട്ടിപ്പിൾ. 3 into 1 number, that is a multiple of 3 plus 2. This 2 is the remainder. അപ്പം 3 കൊണ്ട് ഹരിച്ചാൽ എന്താണ് റിമൈൻഡർ 1 വരുന്നതും റിമൈൻഡർ 2 വരുന്ന സംഖ്യകളുടെയും പ്രോഡക്റ്റ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ വരിക? ശിഷ്ടം എന്താണ് വരുന്നത്? ശിഷ്ടം 1 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. ഇതാണ് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതേണ്ടത്. ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതാം. 3m പ്ലസ് 1 into 3n പ്ലസ് 2 is equal to 3 into 3mn പ്ലസ് 2m പ്ലസ് n പ്ലസ് 2. ഇതിന് നമുക്ക് വേണമെങ്കിൽ k എന്ന് വല്ലതും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 3k പ്ലസ് 2 where k is equal to 3mn പ്ലസ് 2m പ്ലസ് n എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയൊന്നും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നില്ല. ഇപ്പൊ പറഞ്ഞു തന്നേ ഉള്ളൂ. 3 into 1 number, 1 constant number plus 2. This 2 is the remainder. മനസ്സിലായല്ലോ? ഇതാണ് ഒന്നാമത്തെ ആൻസർ, ജനറൽ ഫോം. ഇനി ഇതുപോലെ തന്നെ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത് പഠിച്ചൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ടിൽ ദെൻ ബൈ. ഓക്കെ.